അപ്പോൾ ഹലോ ഗൈസ്, ഇത് ഐക്യന്ന് മേടിച്ച ഒരു ഫർണിച്ചറാണ്, ഒരു സ്റ്റോറേജ് ഫർണിച്ചറാണ്. ഇത് നമ്മൾ ഒന്ന് റീഫർബിഷ് ചെയ്യാൻ പോവാണ്, ഒന്ന് പെയിന്റ് അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കാൻ പോവാണ്. ഇത് എന്താണ്, ഇതിന് വേണമെങ്കിൽ എന്താ ഐക്യ ഫർണിച്ചർ റീഫർബിഷിംഗ് എന്നൊക്കെ പറയാം ഫാൻസി ടേംസിൽ. പെയിന്റ് അടി അത്രേ ഉള്ളൂ. ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ച് അതിന്റെ പുറത്ത് നൈസായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിനെ. ഇപ്പൊ ഇത് കുറച്ച് പഴയ ഫർണിച്ചറാണ്, അതിൽ കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്നലെ രാത്രി അടച്ചു. ഇനി നമുക്കിതൊന്ന് സാൻഡ് ചെയ്യാം. ഞാൻ ഇപ്പം സാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊന്ന് ഫുള്ള് സർഫസ് സ്മൂത്തൻ ചെയ്തെടുക്കാനുള്ള പ്രോസസ്സിലാണ് ഇപ്പൊ. അപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ചോക്ക് പെയിന്റിംഗ് ആണ്. അധികം സാൻഡിങ്ങിന്റെ ആവശ്യമില്ല ഇതിന്, ഒന്ന് സ്മൂത്തൻ ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. കണ്ടില്ലേ, ഇപ്പൊ ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചോക്ക് പെയിന്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇവൻ ഈ ഒരു കുഴികളും ഡിഫക്ട്സും ഒക്കെ ഉണ്ടായിരുന്നൊക്കെ ഇപ്പൊ ഒരേപോലെ ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഫർണിച്ചർ ഒക്കെ പെയിന്റ് ചെയ്യുന്നു. എന്റെ റഡാറിലേ ഉണ്ടായിട്ടില്ല, എന്റെ ഒരു ഹോബി ആയിരുന്നേ ഇല്ല ഇത്. ഞാൻ മാരേജിന് മുന്നേ വൈഫിന്റെ അടുത്ത് ചോദിച്ചു എന്താണ് പുള്ളിയുടെ ഹോബീസ് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറയാണ് പെയിന്റിംഗ് ആണ്. ഞാൻ കരുതി എന്തെങ്കിലും ഓയിൽ പെയിന്റിങ്ങോ വല്ല ബ്രഷ് ഒക്കെ എടുത്ത് പെയിന്റ് ചെയ്യുന്ന അതൊക്കെ ആയിരിക്കും, പല പേപ്പറിൽ പെയിന്റ് ചെയ്യുന്നതായിരിക്കും കരുതി. അല്ല, ഫർണിച്ചർ പെയിന്റിംഗ്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഈ ചെയ്യുന്നതിന്റെ വഴി? നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, കൊള്ളാം. ഒരു വാക്യൂം ക്ലീനർ എന്തായാലും അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ ഇറക്കുമ്പോൾ നല്ല പൊടി വരും, അതൊക്കെ അപ്പൊ എടുക്കാനായിട്ട് വാക്യൂം ക്ലീനർ. അതുപോലെ തന്നെ ഈ ഫർണിച്ചർ നമ്മളിപ്പോ ഒരു ഷീറ്റ് വിരിച്ച് അതിലാണ് വെച്ചിരിക്കുന്നത്, സോ ദാറ്റ് അധികം പൊടിയൊന്നും ആവില്ല ചുറ്റിനും. അപ്പോ നമ്മൾ പെയിന്റ് ഒക്കെ ഇന്നലെ മേടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കളറല്ല, ഒരു ബ്ലൂ തന്നെയാണോ പറയുന്നത്? ഒരു വേരിയന്റ് ഓഫ് ബ്ലൂ. ഇതാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അടിച്ചു കഴിയുമ്പോൾ എന്താണെന്നുള്ളത് കാണാം. ഇവിടെ ചോക്കി ഫർണിച്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നോക്കി വാങ്ങുക. ചോക്ക് പെയിന്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം പണിയൊന്നുമില്ല. പ്രൈമേഴ്സ് ഒന്നും അടിക്കണ്ട. പെയിന്റ് അടിക്കുന്നതിന് മുന്നേയും അത് കഴിഞ്ഞും ഒന്നും പ്രൈമേഴ്സ് അടിക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ സ്മൂത്തൻ ചെയ്തതിന് ശേഷം ഇത് നേരിട്ട് അടിക്കുക. ഭയങ്കര ഈസിയാണ്. പിന്നെ ചോക്ക് പെയിന്റ് അടുത്ത പ്രത്യേകത, ഇത് പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ നമുക്കൊരു സ്മൂത്ത് ഫിനിഷ് ആണ് നോക്കുന്നതെങ്കിൽ അത് കിട്ടില്ല. ഒരു റഗഡ് ഫിനിഷ് ആയിരിക്കും, ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് അങ്ങനെയൊന്നും ഇതിന് കിട്ടില്ല. I hope it's gonna be a meditative process. Let's get into this. അതേ, നമ്മുടെ ഭാര്യ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ എന്ത് കളറാണെന്ന് കരുതിയാണോ അത് മേടിച്ചത്, അതായിരുന്നില്ല. അത് പുറത്ത് എഴുതിയ കളറല്ല. ഇപ്പം ഞങ്ങൾ ബ്ലൂ എന്ന് കരുതിയാണ് മേടിച്ചത്. ബട്ട് നമ്മൾ തുടങ്ങുമ്പോഴും ആ മുകളിലത്തെ ആ ലെയർ മാത്രമായിരുന്നല്ലോ കണ്ടിരുന്നത്, അത് ബ്ലൂ ആയിരുന്നു. ബട്ട് ഇതിപ്പം ഇളക്കി നോക്കുമ്പോഴാണ് എന്തോ ഒരു ലൈറ്റ് പിങ്കിഷ് ഒരു കളറ് ആയത്. സോ ഇപ്പം എന്തായാലും പെയിൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എന്ന പാഠം നമ്മൾ പഠിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ആദ്യമേ അടിച്ചതും ഇത് ഇപ്പം അടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം എപ്പോഴും പെയിൻറ്റ് ഇളക്കിയിട്ട് എടുക്കുക അല്ലേ? അതാണ് നമ്മളിപ്പോൾ ആദ്യം അടിച്ചതും ഇപ്പം അടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആദ്യം തുറന്നപ്പോൾ ബ്ലൂ ആണെന്ന് തോന്നി, പക്ഷെ നമ്മൾ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. താഴത്തോടെ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ചോക്ക് കളർ കാണുമായിരുന്നു. എന്ത് കളറാണിത്? മോഡേൺ ബ്ലഷ്. ഓക്കെ, മോഡേൺ ബ്ലഷ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ കളേഴ്സിനെ കുറിച്ച് കേൾക്കുന്നത്. ബട്ട് നൈസ്.
മുകളിലൂടെ ഒന്നുകൂടെ അടിക്കണമല്ലോ എന്തായാലും ഈവനാക്കാനായിട്ട്. അപ്പൊ ഇതാണ് ചോക്ക് പെയിന്റിന്റെ പ്രത്യേകത. ഓൾഡ് വോൺ ഔട്ട് പീസ് പോലെ ഇരിക്കും. നമുക്കൊരു മാറ്റ് ഫിനിഷ് അല്ലെ, ഒരു സ്മൂത്ത് ഫിനിഷ് ഒന്നും കിട്ടില്ല. എനിവേ നമുക്ക് ഇതെല്ലാം പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അറിയാം. ശരി, ഇത് ട്രെൻഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും മനസ്സൊന്ന് കാമാക്കണമെങ്കിൽ വേറെ ഒരു പണി അന്വേഷിച്ചു പോകണ്ട. ഒരു ഫർണിച്ചർ എടുക്കുക, ഇതുപോലെ കുറച്ച് പെയിന്റ് മേടിക്കുക, ഇങ്ങനെ ഇട്ട് അടിച്ചോണ്ടിരിക്കുക. ഗുഡ് എക്സസൈസ്. ഈ കല്യാണത്തിന് മുന്നേ എന്റെ റഡാറിൽ പോലും ഉണ്ടായിട്ടില്ല ഇങ്ങനെ പെയിന്റ് അടിക്കുക എന്നുള്ളത്. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച്. അപ്പോ ഇത് കാണുന്നില്ല, ഇതാണ് ചോക്ക് പെയിന്റ് പ്രത്യേകത. നമുക്കൊരു മാറ്റ് ഫിനിഷ് അല്ലെ, ഒരു സ്മൂത്ത് ഫിനിഷ് ഒന്നും കിട്ടില്ല. നമുക്കൊരു ഓൾഡ് ഫർണിച്ചർ വൈബാണ് കിട്ടുക. കുറച്ച് റഗ്ഗഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ മുകളിലൂടെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ അടിക്കണം. നമുക്കൊന്ന് അടിച്ച് കുറച്ചും കൂടെ സ്മൂത്തൻ ചെയ്യാൻ നോക്കാം. ഐ ലൈക്ക് ദിസ് പ്രോസസ് തോ. നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പം എന്തായാലും ഒരു പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മുകളിൽ ഒന്നുകൂടെ അടിക്കണം. സോ അതൊക്കെ കഴിഞ്ഞ് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് എക്സ്ട്രാ പെയിന്റ് ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ സാൻഡ് ചെയ്ത് കളയാണ്. പോകുന്നുണ്ടല്ലേ അതൊക്കെ. ഇതിന്റെ മുകളിൽ ഒന്നുകൂടെ പെയിന്റ് അടിച്ചാൽ മതി. ഒരു ഇനീഷ്യൽ ലെയർ നമ്മളിപ്പോൾ അടിച്ചിട്ടുണ്ട് മുകളിൽ.
പക്ഷെ ഇതിൻ്റെ പുറത്ത് ഇനി ഒരു ലെയറും കൂടെ അടിക്കണം. അപ്പം കുറച്ചും കൂടെ ഒന്ന് മെന വരും. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒരു തവണ അടിച്ചു തീർന്നു. ഇതിനി ഒരു 2-3 hours ഉണങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചില സ്ഥലത്തൊക്കെ ആ സാൻഡ് പേപ്പർ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു കോട്ടും കൂടി ഇതിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി നല്ല ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് ഏകദേശം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി. ഇതിപ്പോൾ നമുക്കിനി സെക്കൻഡ് റൗണ്ട് പെയിൻ്റ് അടിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് പെയിൻ്റ് എടുത്ത് സ്മൂത്ത് ഒരു മോഷനുണ്ട്. കുറച്ച് പെയിന്റ് ഇതിന്റെ മുകളിൽ ഇനി ഒരു കോട്ടിങ് കൂടെ കൊടുക്കണം. അപ്പൊ കുറെ കൂടെ നൈസാണ്. ഇതൊന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനിയിപ്പോ. സെക്കൻഡ് ലെയർ കോട്ടിങ് കൂടെ അടിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഫസ്റ്റ് ലെയർ അടിച്ചപ്പോ ഉള്ള ആ ഒരു സ്പേസസ് ഒക്കെ മാറി കുറെ കൂടെ ഈവൻ ആയി. ലുക്സ് സോ നൈസ് ഓൾറെഡി. ഇനിയിപ്പോ ഒരു കോട്ടും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോട്ടും കൂടെ അടിക്കും. അതിൽ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ് അല്ലേ? ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഓഫ് കോട്ടിങ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഫാനൊക്കെ ഓൺ ആക്കി അതിന്റെ മുന്നിൽ വെച്ചതാണ്. ഇത് ഇപ്പൊ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് ഓഫ് കോട്ടിങ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഷുഡ് ബി സെറ്റ്. ഇനിയിപ്പോ കുറച്ച് പെയിന്റ് എടുക്കാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഒരു ഫൈനൽ ടച്ച് കൊടുക്കുന്ന രീതിയിൽ. നമ്മുടെ ബ്രഷ് ഡ്രൈ ആയി. ഒന്ന് ടച്ചപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞങ്ങളിപ്പോ ഈ മുകളിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിടവുണ്ടായിരുന്നു, ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് നൗ ഇറ്റ് ലുക്സ് മോർ ഓർ ലെസ് ക്ലീൻ. അപ്പൊ ഗൈസ്, നമ്മുടെ ഒരു തേർഡ് കോട്ടിങ് കഴിഞ്ഞ് നമ്മുടെ ഒരു 3 മണിക്കൂറത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത്. സൂം ചെയ്തോളൂ. അപ്പൊ തേർഡ് കോട്ടിങ് കഴിഞ്ഞപ്പോ ഇത് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട്. ഷൈനി വെൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഷൈനി. കുറച്ചും കൂടെ കോഴ്സ് ആയിട്ട് കുറച്ചും കൂടെ എന്തായിരുന്നു ടേം പറഞ്ഞത്? ടേം മറന്നുപോയി ഞാൻ. ഡിസ്ട്രസ്ഡ്. ഓക്കെ, ഡിസ്ട്രസ് ലുക്ക് ആണിത്. എന്തായാലും നല്ല രസമുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. ഇപ്പൊ ഇതിനി നമ്മുടെ സ്റ്റെൻസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വേറെ പെയിന്റ് ഒക്കെ വെച്ച് നമുക്ക് വേറെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാവുന്നതാണ് ഇതില്.
ബട്ട് എനിവേസ് ഞങ്ങൾ അതിനൊന്നും മെനക്കെടുന്നില്ല. ജസ്റ്റ് നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കണം. ആൻഡ് ദെൻ ഇറ്റ്സ് റെഡി. സോ ഐക്കയുടെ ഹാൻഡിൽ കുറച്ച് ബോറിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ വേറെ ഹാൻഡിൽ മേടിച്ചു. അത് ഇപ്പൊ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. Yeah, I think it will look nice. ഹാൻഡിൽ പിടിപ്പിച്ചപ്പോ നോക്ക് അതിന്റെ ലുക്കേ മാറി. നമുക്ക് 2 കൂടെ പിടിപ്പിക്കാനുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ 2 ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് നമുക്ക് പിന്നീട് ഞങ്ങൾ പിടിപ്പിക്കുന്നതായിരിക്കും. ഇത് ഐക്യന്ന് കിട്ടിയ സെയിം ഫർണിച്ചർ ആണെന്ന് പറയുകയില്ല. കംപ്ലീറ്റ്ലി അതിന്റെ ഔട്ട്ലുക്ക് മാറിയിരിക്കുകയാണ്. ആൻഡ് ഇൻ ദ പ്രോസസ് ലൈക്ക് നമുക്ക് ഭയങ്കര എന്താ പറയാ സമാധാനം തരുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യുകയാണ്, വിച്ച് ഇസ് പെയിന്റിങ്. ഭയങ്കര കംപ്ലീറ്റ്ലി മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. ടൈം എടുക്കാതെയും ചെയ്യാൻ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഒരു 3 കോട്ടിംഗ് ഒക്കെ ഇട്ട് ഒരു 3 മണിക്കൂർ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു എൻഡ് പ്രൊഡക്റ്റ് എത്തിയത്. നിങ്ങളുടെ വീട്ടിലൊരു ചെയറോ സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെയിന്റും ബ്രഷും മേടിക്കുന്ന കാശ് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഓൾവേസ് ട്രൈ ദിസ് ഔട്ട്. Okay, I hope you like this video. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ please do like, share and subscribe to the channel. Yeah, see you again with another video. Bye bye.